അച്ഛനും അപ്പവും നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഒരു ദിവസം ഒരു യാത്ര പോവാൻ തീരുമാനിച്ചു. കുന്നും മലയും താഴ്വാരവും കടന്ന് അവർ ഒരു മരുഭൂമിയിലെത്തി. സ്വർണ്ണ നിറത്തിൽ പരന്നു കിടക്കുന്ന മരുഭൂമി. മുകളിൽ സൂര്യൻ ഒരു തീഗോളം പോലെ കത്തുന്നു. പകൽ വെളിച്ചത്തിൽ ഓരോ മഴത്തരികളും ഓരോ സ്വർണ്ണ നാണയങ്ങളായി തോന്നുന്നു. അവർ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന ഇടയിൽ വെച്ച് ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടികൊണ്ട കൂട്ടുകാരന് നന്നായി വേദനിച്ചു. എന്നിട്ട് ഒന്നും മിണ്ടില്ല. അതിനു പകരം മരുഭൂമിയുടെ മണലേറി ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അത് കഴിഞ്ഞവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രനിരയിൽ വെച്ച് ദാഹിച്ചു വളർന്ന അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ അവർ വെള്ളം കുടിക്കാനായി മരുപ്പച്ചയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യം അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ അവിടെ ഇരുന്ന ഒരു കല്ലിലേന്തി ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടുത്തിരുന്ന് ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ അത് മണലിലേന്തി, ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നീ അത് എന്തുകൊണ്ടാണ് കല്ലിൽ കൊത്തി എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചാൽ നമ്മളത് മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റതിനെ മായ്ച്ചു കളയും. ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മളത് കല്ലിൽ കൊത്തി എഴുതണം. ഒരിക്കലും മാറാത്തത് പോലെ ഭീകരയുടെ ഗുണമാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തെറ്റ് ചെയ്താൽ നാം അത് ക്ഷമിക്കുകയും മറക്കുകയും വേണം. നമ്മുടെ